നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം പെർഫെക്റ്റായിട്ട് ചേർത്ത് തയ്യാറാക്കിയ മീൻ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൺചട്ടിയാണ് എടുക്കാനുള്ളത്. അപ്പോൾ മൺചട്ടിയിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നല്ലോണം മൂത്ത് പൊട്ടി വരട്ടെ. ജീരകവും കടുകും പൊട്ടി വരുമ്പോഴേക്കും ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വളരെ നൈസായിട്ട് കനം കുറച്ചാണ് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. കൊത്തി എരിഞ്ഞെടുക്കുക എന്ന് പറയില്ലേ, അതുപോലെ വളരെ നൈസായിട്ടാണ് കൊത്തി എരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. കപ്പയ്ക്കും ചോറിനും ദോശയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ ഇന്നത്തെ മീൻ കറി. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. മുളകിൻ്റെ നിറം മാറി വരുമ്പോഴേക്കും നമുക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അരച്ചും ചേർക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. തക്കാളിയും മുളകും ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിയെടുക്കണം. എത്രത്തോളം വഴറ്റിയിട്ടുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. നല്ലോണം വഴണ്ടിയിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂണോളം എരിവിനാവശ്യമായ മുളക് പൊടി. മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പൊടിയെല്ലാം നല്ലോണം വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച നിറമൊക്കെ മാറി. ഇനി ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തു. നമ്മുടെ ഈ മസാലയും അതുപോലെ തന്നെ പുളിയും ഒന്ന് ചൂടായി കിട്ടണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഗ്രേവി നല്ലോണം ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ 1 ഗ്ലാസ്സോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് ചെറിയ തീയിൽ വെച്ച് വേണം നമ്മുടെ ഗ്രേവി തിളച്ച് കിട്ടാൻ. എന്നാൽ മാത്രമേ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ തീ ഒരുപാടങ്ങ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാതെ വളരെ കുറച്ച് മിതമായ തീയിൽ നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏത് മീനിനും ഇതേ രീതിയിലുള്ള ഗ്രേവി തയ്യാറാക്കി നമുക്ക് മീൻ കറി വയ്ക്കാം. ഞാനൊരല്പം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്ത് പൊടിച്ച ഉലുവ അത് വളരെ കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കയ്പ്പ് രസം ഉണ്ടാകും. ഒരു മണത്തിന് വേണ്ടിയാണ് ഞാനിത് ചേർത്ത് കൊടുത്തത്. ഇത് ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നുകൂടി ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ചെറു തീയിൽ വെച്ച് ഇത് തിളപ്പിച്ചെടുക്കാം.
നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ അയല മീനാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വിറകടുപ്പിലാണ് വയ്ക്കുന്നതെങ്കിൽ തീ കത്തിക്കാതെ കനലിൽ വെച്ച് ഇത് തയ്യാറാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുക. ചെറിയ തീയിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിൽ ചെറിയൊരു സ്പൂൺ വെച്ച് വേണം ഇളക്കി കൊടുക്കാൻ. വലിയ തവിയൊന്നും വെച്ച് തട്ടിയാൽ മീൻ പൊട്ടിപ്പോവും. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിയ ശേഷം ചെറിയ സ്പൂൺ വെച്ച് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, അടിയിൽ പിടിക്കാതെ. നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റിയായ മീൻ കറിയാണ്. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കും. ഏത് മീനായാലും ഗ്രേവി ഇതുപോലെ തയ്യാറാക്കിയാൽ വളരെ ടേസ്റ്റിയായ മീൻ കറി കിട്ടും. കപ്പയ്ക്കും ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടണിലുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.